എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങളുടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഫലപ്രവചനമാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽപാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് വൃശ്ചികക്കൂറുകാർ. ഈ രാശിയുടെ അധിപൻ ചൊവ്വ ആണ്. പുറമെ ശാന്തരായിട്ടൊക്കെ കാണുമെങ്കിലും ഉള്ളിൽ വലിയ നിശ്ചയദാർഢ്യമൊക്കെ ഉള്ളവരാണ് ഇവർ. 2026 വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ കഥ പോലെ സംഭവബഹുലമായ വർഷമായിരിക്കും എന്ന് പറയാം. രാത്രി എത്ര ഇരുണ്ടതാണോ പ്രഭാതം അത്രയും ശോഭയുള്ളതായിരിക്കും എന്ന ചൊല്ല് 2026 നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അഷ്ടമവ്യാഴം നിങ്ങളെ പരീക്ഷിച്ചേക്കാം. എന്നാൽ വർഷത്തിൻ്റെ മധ്യത്തിൽ സംഭവിക്കുന്ന ഒറ്റ ഗ്രഹമാറ്റം, അതായത് വ്യാഴം ഉച്ചത്തിലേക്ക് പോകുന്നത്, നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. ആദ്യ പകുതി ഒരു പരീക്ഷണങ്ങളുടെ കാലവും രണ്ടാം പകുതി ഒരു വിജയത്തിൻ്റെ കാലവുമായിരിക്കും 2026 നിങ്ങൾക്ക്. മെയ് അവസാനം വരെ വ്യാഴം നിങ്ങളുടെ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അഷ്ടമ വ്യാഴം ഒരു അത്ര നല്ല കാലമല്ല. സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സമയമാണ്. എന്നാൽ ഇത് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നതാണ്. വ്യാഴം ജൂൺ മുതൽ ഉച്ചത്തിലേക്കാണ് പോകുന്നത്. ഇത് 9ാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന മഹാഭാഗ്യമാണ്. 9ൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ 1ാം ഭാവത്തെയും 3ാം ഭാവത്തെയും 5ാം ഭാവത്തെയും ഒക്കെ നോക്കുന്നുണ്ട്. ഇത് വലിയ സാമ്പത്തിക ലാഭം, തൊഴിൽ വിജയം, കുടുംബ സമാധാനം എന്നിവയൊക്കെ നൽകുന്നതാണ്. കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വിരാമവും ആകുന്നതാണ്. ശനി വർഷം മുഴുവൻ നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിനെ പഞ്ചമശനി എന്നാണ് വിളിക്കുന്നത്. 5ാം ഭാവം കൊണ്ട് ബുദ്ധി, മക്കളെ, പൂർവ്വപുണ്യസ്ഥാനം എന്നിവയൊക്കെയാണ് ചിന്തിക്കുന്നത്. ശനി ഇവിടെ നിൽക്കുമ്പോൾ മക്കളുടെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാം. ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അല്പമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. തീരുമാനങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കാൻ കാലതാമസമൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ശനി നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരും ആക്കി തീർക്കുന്നതാണ്. രാഹു 4ാം ഭാവത്തിലും കേതു 10ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. 4ലെ രാഹു വീട്ടിലെ അന്തരീക്ഷത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. വീട് മാറേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലൊക്കെ വീട്ടിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാം. 10ലെ കേതു ജോലിയിൽ ചിലപ്പോൾ ഒരു തൃപ്തിക്കുറവ് ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇത് ഒരു ആത്മീയ ചിന്തകൾക്കൊക്കെ നല്ലൊരു സമയമാണ്. ആദ്യത്തെ 5 മാസം, അതായത് 2026 തുടങ്ങി ആദ്യത്തെ ഒരു ജൂൺ മാസം വരെ ജോലി സമ്മർദ്ദമൊക്കെ കൂടുതലായിരിക്കും. 10ലെ കേതുവും അഷ്ടമ വ്യാഴവും ഒക്കെ കാരണം ജോലിയിലൊരു മടുപ്പൊക്കെ തോന്നാം. ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം ലഭിച്ചില്ലെന്നൊക്കെ വരാം. സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ജോലിയൊക്കെ രാജിവെക്കാൻ തോന്നിയാലും അടുത്ത ഒരു ജോലി കയ്യിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിലവിലുള്ള ജോലി രാജിവെക്കാവൂ. അതിനുശേഷം ജൂൺ 2 മുതൽ കാര്യങ്ങളൊക്കെ മാറിമറിയുന്നതാണ്. 9ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയം. നല്ല ഭാഗ്യം തന്നെ വ്യാഴം കൊണ്ടുവരും. ജോലിയിലൊക്കെ പ്രമോഷൻ, ശമ്പള വർധനവ്, ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കൊക്കെയുള്ള സ്ഥലം മാറ്റം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു നല്ല കാലം എന്ന് തന്നെ പറയാം. പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഈ സമയത്ത് തേടിയെത്തുന്നതാണ്. ബിസിനസ്സുകാർക്ക് ആദ്യ പകുതിയിൽ പണമിടപാടുകളിലൊക്കെ അല്പം ജാഗ്രത വേണം. എന്നാൽ ജൂണിന് ശേഷം ബിസിനസ്സൊക്കെ വികസിപ്പിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് പുതിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാനോ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കാനോ ഈ സമയത്തൊക്കെ സാധിക്കുന്നതാണ്. വിദേശ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്കും ലാഭം ഉണ്ടാകുന്ന സമയമാണ്.
ജനുവരി മുതൽ മെയ് വരെ അഷ്ടമവ്യാഴം കാരണം ചിലവുകളൊക്കെ വരുമാനത്തേക്കാൾ അല്പം കൂടുതലായിരിക്കും. ആശുപത്രി ചിലവുകൾക്കും എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കൊക്കെ വേണ്ടി പൈസ ചിലവാകാം. ചിലപ്പോൾ കടം വാങ്ങേണ്ട സാഹചര്യം തന്നെ ഉണ്ടായേക്കാം. ഈ സമയത്ത് ഷെയർ മാർക്കറ്റിലോ ലോട്ടറിയിലോ ഒന്നും ഈ ജൂൺ വരെയുള്ള സമയത്ത് പണം ഒരു കാരണവശാലും മുടക്കരുത്. ജൂണിന് ശേഷം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചത്തിൽ നിൽക്കുന്നതോടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അത്ഭുതകരമായിട്ടൊക്കെ മെച്ചപ്പെടുന്നതാണ്. കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ലഭിക്കുന്നതാണ്. ബാങ്ക് ലോണൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേയെങ്കിലും അതൊക്കെ അടച്ചു തീർക്കാനൊക്കെ സാധിക്കുന്നതാണ്. വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം അവർക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണ്. 4-ലെ രാഹു നിൽക്കുന്നത് കാരണം ജൂൺ വരെയുള്ള സമയം വീട്ടിൽ ചെറിയ ചെറിയ വഴക്കുകളോ സമാധാനക്കുറവോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. അമ്മയുടെയൊക്കെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള നല്ല സമയമാണ് ഈ സമയത്ത്. എന്നാൽ ജൂണിന് ശേഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കൊക്കെ വരുന്നു. അതുപോലെ 5-ാം ഭാവത്തിലൊക്കെ പതിക്കുന്നതിനാൽ കുടുംബത്തിലെ സന്തോഷമൊക്കെ നിറയുന്നതാണ്. മക്കളുടെയൊക്കെ വിവാഹം നടക്കാനോ അവർക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കാനോ സാധ്യതയുണ്ട്. സന്താനഭാഗ്യമൊക്കെ കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ അനുകൂലമായ സമയമാണ്. ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ പരിഹരിക്കാനും സാധിക്കുന്നതാണ്. ശനി 5-ൽ നിൽക്കുന്നത് പ്രണയബന്ധത്തിലൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം, പ്രണയബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ. എന്നാൽ സത്യസന്ധമായ പ്രണയമാണെങ്കിൽ അത് ജൂൺ മാസത്തിനൊക്കെ ശേഷം വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ്. 2026-ൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം ഉദരസംബന്ധമായ അസുഖങ്ങൾ, കൊളസ്ട്രോള്, ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കാം. ജൂണിന് ശേഷം വ്യാഴം ലഗ്നത്തിലേക്കൊക്കെ നോക്കുന്നത് കൊണ്ട് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. പഴയ അസുഖങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ്. എങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചൊവ്വ നീചനായി നിൽക്കുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചൊവ്വ നീചനായിട്ടൊക്കെ നിൽക്കുകയാണ്. ഈ സമയത്ത് വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ പരിക്കുകൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. 5-ലെ ശനി കാരണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഒരു മടിയോ ഏകാഗ്രത കുറവോ ഒക്കെ അനുഭവപ്പെടാം. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയൊക്കെ പഠനത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും ജൂണിന് ശേഷം വ്യാഴം 9-ൽ നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ സഹായിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനുള്ള അവസരമൊക്കെ ഈ സമയത്ത് അവർക്ക് ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ നല്ലൊരു കഠിനാധ്വാനമൊക്കെ തന്നെ വേണം. 2026-ൽ എന്തൊക്കെ ദോഷപരിഹാരങ്ങളാണ് ഗ്രഹദോഷത്തിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഷ്ടമ വ്യാഴത്തിന് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതോ ഒക്കെ വളരെയധികം നല്ലതാണ്. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഒക്കെ ആദരിക്കുക. ശനി 5-ൽ നിൽക്കുന്നത് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ കത്തിക്കുക. ശനിയാഴ്ച വ്രതമൊക്കെ നോക്കുന്നത് മക്കളുടെയൊക്കെ ഉന്നതിക്ക് വളരെയധികം നല്ലതാണ്. ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വഴി മനോധൈര്യമൊക്കെ ലഭിക്കുന്നതാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷത്തിന് വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഗണപതി ഹോമം നടത്തുകയോ കറുകമാല ചാർത്തുകയോ ഒക്കെ ചെയ്യുക. സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്നത് രാഹുദോഷവും കുറയ്ക്കുന്നതാണ്. ചുരുക്കത്തിൽ 2026 വൃശ്ചികക്കൂറുകാർക്ക് ഒരു വഴിത്തിരിവിൻ്റെ വർഷമാണ് എന്ന് പറയാം. ആദ്യ പകുതിയിലെ കഷ്ടപ്പാടുകൾ ഈ സമയത്ത് നിങ്ങളൊരു പാഠം പഠിക്കും. 2-ാം പകുതിയിൽ വ്യാഴം നിങ്ങളെ ഉയരത്തിലും എത്തിക്കുന്നതാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഈശ്വരവിശ്വാസമൊക്കെ കൈവിടാതിരിക്കുക. 2026-ൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.